എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. വളരെ അനുഗ്രഹീതമായ നല്ല രാത്രി സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി കൂടി വരുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന സമയങ്ങൾ വേർതിരിച്ച് തിരക്കുകൾക്കിടയിലും കർത്താവിന്റെ സന്നിധിയെ കുറിച്ചുള്ള വലിയ വാഞ്ചയോടെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിജയോത്സവമായി നടത്തുന്ന കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറയുവാൻ ഒരു അവസരം കൂടി ഭൂമിയിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാവരും കൃപയാൽ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം മരുഭൂമി യാത്രയിൽ പെരുന്നാളുകളും ജീവിക്കാനുള്ള കൃപയും കരുത്തും ബലവും ദൈവം തന്റെ ജനത്തിന്മേൽ വരും ദിവസങ്ങളും അധികമായി പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി കടന്നു വന്ന പ്രിയ സഹോദരൻ ലിൻഡോയെ കുടുംബത്തെ നിങ്ങൾ വെൽക്കം ചെയ്യുന്നു. രാത്രി ഒരുമിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം തന്ന നല്ല കൂട്ടായ്മയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ സഹോദരരെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒത്തിരി ബന്ധങ്ങൾ ഭവനമായി എനിക്കുണ്ട്. പ്രിയ ലിൻഡോയുടെ അമ്മാച്ചനാണ് എന്റെ ആന്റിയെ വിവാഹം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. മമ്മിയുടെ നേരെ ഇളയ സിസ്റ്ററിനെ വിവാഹം ചെയ്തിരിക്കുന്നത്. പ്രിയ ലിൻഡോയുടെ മറ്റൊരു അമ്മാച്ചൻ ജോയികള് പപ്പയോട് ചേർന്ന് മസ്കറ്റിൽ ദീർഘവർഷങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. ഞങ്ങളെ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകാനും സൺഡേ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും വളരെ ഉത്സാഹം കാണിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അങ്ങനെ ആ ഭവനമായി ഒത്തിരി ബന്ധങ്ങളുണ്ട്. ഇന്ന് രാത്രി ഒരുമിച്ച് അവരോട് ചേർന്ന് ദൈവം തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ മാതാവ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ പലരും സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നുള്ളവരെയൊക്കെ കർത്താവ് സൗഖ്യമാകട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. ഇന്ന് രാത്രി നമ്മൾ വായിച്ച ദൈവവചനം 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായമാണ്. അതിലെ ചില വേദഭാഗങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. The book of 2 Timothy chapter 4 അതിന്റെ 6 മുതൽ 8 വരെ, verse 6 to 8, 6 മുതൽ 8 വരെ ആരെങ്കിലും ഒരാളെന്ന് വായിച്ച് സഹായിക്കുക. ഞാനും ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനങ്ങളുടെ രാത്രി നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. നമുക്ക് വളരെ പരിചയമുള്ള, ഒത്തിരി തവണ നമ്മൾ വായിച്ചു പോയിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേദഭാഗത്തിലൂടെയാണ് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത. വാക്യം എല്ലാവർക്കും കാണാതെ അറിയാം. ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത. അടുത്ത വാക്ക് ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നീതിയുള്ള ന്യായവിധിയായ ദിവസം ദൈവം എനിക്കത് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ വരവിൽ പ്രിയം വെച്ച, പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ദൈവം അത് നൽകി തരുമെന്നുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ എഴുതപ്പെട്ട ഏറ്റവും അവസാനത്തെ ലേഖനമാണ് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം എന്ന് നമുക്കറിയാം. മരണത്തിന് തൊട്ട് മുമ്പ് തിമോത്തിയോസ് എന്ന തന്റെ നിജപുത്രൻ, അല്ലെങ്കിൽ എഫെസോസിലെ പാസ്റ്ററായിരുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ എഴുതുന്ന ഒരു ലേഖനമാണ്. പൗലോസിന്റെ കയ്യാൽ പൗലോസ് എഴുതിയ ഏറ്റവും അവസാനത്തെ ലേഖനമാണ് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം. ഒത്തിരി വികാരപരമായ ചിന്തകൾ, വാക്കുകളൊക്കെ താൻ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. എന്റെ മരണകാലം അടുത്തു എന്ന്, തന്റെ നിര്യാണകാലം അടുത്തു എന്ന് നന്നായി അറിഞ്ഞ പൗലോസ് അത് തിമോത്തിയോസിനെ എഴുതി ഓർപ്പിക്കുക. എന്റെ കാലം അടുത്തിരിക്കുന്നു. പക്ഷെ എനിക്ക് എന്നെ കുറിച്ച് പറയാനൊരു സാക്ഷ്യമുണ്ട്. ഞാൻ നല്ല ഒരു ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം ഞാൻ കാത്തു. ദൈവത്തിന്റെ സ്തോത്രം. ഇനി നീതിയുടെ കിരീടം എന്റെ ദൈവം എനിക്ക് വേണ്ടി എത്തിയിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു കിരീടത്തെ കുറിച്ച് അവിടെ പൗലോസ് ദൈവസഭയ്ക്ക് ഒരു ദൂത് കൈമാറുക. നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുക. അവന്റെ വരവിൽ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും നീതിയുള്ള ന്യായാധിപതിയായ ദൈവം ആ ദിവസം അത് നൽകുവാനിടയായി തീരും. പൗലോസ് ഓടിയത്, ദൈവത്തിന് വേണ്ടി ഓടിയത് ഒരു ലക്ഷ്യത്തോടെ. ഈ പൗലോസ് എന്ന ദൈവമനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത് വളരെ ധനാഢ്യമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് ദൈവ മനുഷ്യനായിരുന്ന പൗലോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ തന്റെ പിതാവ്
ഏകദേശം 3 ലക്ഷറി കപ്പലുകൾ ഉടമയായിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. 3 ലക്ഷറി കപ്പലുകൾ എന്താന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവേ, അതിൽ കയറിയവരുണ്ട് അല്ലെ. 3 ലക്ഷറി കപ്പലുകൾ. ഇന്നത്തെ അടിസ്ഥാനത്തിൽ ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്ന ഏകദേശം $300 മില്യൺ ആസ്തിയുള്ള ഒരു പിതാവിന്റെ മകനായിരുന്നു ദൈവത്തിന്റെ ദാസനായ പൗലോസ്. നിങ്ങൾ ഞെട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ അതിലും വലുത് കേട്ടിട്ടുണ്ടല്ലേ. $300 മില്യൺ ആസ്തിയുള്ള ഒരു പിതാവിന്റെ മകനായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗോൾഡൻ സ്പൂണിൽ ജനിച്ചു വളർത്തപ്പെട്ട, നല്ല ബെഡുകളിൽ കിടന്ന് ശീലിച്ച, ദൈവത്തിന്റെ സ്തോത്രം, ഗോൾഡൻ പ്ലേറ്റിനകത്ത് ആഹാരം കഴിച്ച, കഷ്ടതകളൊന്നും ഇല്ലാത്ത ഒരു ബാല്യം, വളരെ ദൈവത്തിന്റെ സ്തോത്രം സന്തോഷത്തോടെ മാതാപിതാക്കളുടെ മുഴുവൻ സ്നേഹം അനുഭവിച്ച് വളർന്ന $300 മില്യൺ ആസ്തിയുള്ള ഒരപ്പന്റെ മകൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പക്ഷേ ഈ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒത്തിരി ചിന്തകളുണ്ട്. ആ മനുഷ്യൻ തിമോത്തിയോസ് എന്ന വ്യക്തിക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, ചില പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട്, അത് നീ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. തണുത്ത് വറച്ച ഒരു മുറിക്കകത്താണ് പൗലോസിന്റെ ജീവിതാവസാനം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 35 വർഷം കർത്താവിന്റെ വേല ചെയ്ത, 3.5 പതിറ്റാണ്ട്, ഏകദേശം 3 ഭൂഖണ്ഡങ്ങളിൽ അടിച്ചുയർന്ന ഒരു കൊടുങ്കാറ്റ് പോലെ കർത്താവിന് വേണ്ടി നിന്ന ഒരു ദൈവശബ്ദമായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. ഇന്ന് എത്ര ഭൂഖണ്ഡമുണ്ട്? How many continents? എത്ര ഭൂഖണ്ഡമുണ്ട്? 7 ഭൂഖണ്ഡമുണ്ട്. പക്ഷെ അന്ന് പല ഭൂഖണ്ഡങ്ങളും കണ്ടുപിടിക്കപ്പെട്ടില്ല. ഗ്രീൻലാൻഡ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, ദൈവത്തിന്റെ സ്തോത്രം. അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, അന്റാർട്ടിക്ക കണ്ടുപിടിക്കപ്പെട്ട, ഈ രാജ്യങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ടില്ല, ഭൂഖണ്ഡങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ടില്ല. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 ഭൂഖണ്ഡം, ഓസ്ട്രേലിയ ഉൾപ്പെടുന്ന ഓഷ്യാന ഭൂഖണ്ഡം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് എത്ര ഉള്ളത്? 7. ഞാൻ അതുകൊണ്ടാണ് 3 എടുത്ത് പറഞ്ഞത്. അന്ന് 3 ഭൂഖണ്ഡമേ ഉള്ളൂ. ലോക ചരിത്രത്തിൽ മനുഷ്യർ കലമുള്ള 3 ഭൂഖണ്ഡങ്ങളേ ഉള്ളൂ. ഒന്ന് ഏഷ്യ, ഒന്ന് ആഫ്രിക്ക, ഒന്ന് യൂറോപ്പ്. ഈ 3 ഭൂഖണ്ഡങ്ങളേ ഉള്ളൂ. അപ്പം ലോകത്തിന്റെ ഒരു അറ്റം എന്ന് പറയുന്നത് അന്ന് സ്പെയിനായിരുന്നു. സ്പെയിന്, ഇംഗ്ലണ്ട്, അയർലൻഡ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളാണ് ലോകത്തിന്റെ അറ്റം എന്ന് മനുഷ്യർ കരുതിയിരുന്നത്. പൗലോസ് ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്പെയിനിലേക്ക് പോകാൻ താൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഭൂമിയുടെ അറ്റം അവിടെ പോയതെന്ന് നമുക്ക് അറിയില്ല, ചരിത്ര രേഖകൾ അതിന് തെളിവില്ല. എങ്കിലും പൗലോസിന്റെ ഒരു വലിയ ആഗ്രഹം 3 ഭൂഖണ്ഡങ്ങളിൽ ദൈവസഭ സ്ഥാപിപ്പാൻ ശക്തമായി ദൈവം ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഒരു ദൈവ മനുഷ്യനാണ് പൗലോസ് എന്ന് പറയുന്നത്. ഈ പൗലോസിനെ കുറിച്ച് ചരിത്ര രേഖകൾ നമ്മൾ മനസ്സിലാക്കുന്നത് 2 മാസ്റ്റർ ഡിഗ്രി ഏറ്റെടുത്ത ഒരു മനുഷ്യനായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇന്ന് വലിയൊരു കാര്യമല്ലെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു കാര്യം. ഇന്ന് ലോകത്തിൽ വലിയ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളുണ്ട്. ഏതൊക്കെയാ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന, അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികൾ പോലെ അന്ന് ലോകത്തിൽ ഉണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി, ഒന്ന് ഈജിപ്തിലുള്ള അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയാണ്, ഒന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള യൂണിവേഴ്സിറ്റിയാണ്, മൂന്നാമത്തേത് ഇസ്രായേൽ യെരുശലേമിലുള്ള ഹില്ലേൽ സ്കൂളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ ഹില്ലേൽ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി, ഗമാലിയേൽ എന്നൊരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന യഹൂദന്മാരിൽ റബ്ബിയായിരുന്ന അഗ്രഗണ്യനായിരുന്ന ഒരു മനുഷ്യൻ. ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. പക്ഷെ ആ കോളേജിൽ 1ാം റാങ്കോടുകൂടെ പാസ്സായ ആളാണ് പൗലോസ്. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും 3 പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ മുൻപന്തിയിൽ നിന്ന് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചിറങ്ങുക എന്നുള്ളത് അഭിമാനകരമായ 10 സീറ്റ് മാത്രമുള്ള, എല്ലാവരും കൂടെ ഉണ്ടോ? ആ സീറ്റിൽ അഡ്മിഷൻ നേടി എന്ന് മാത്രമല്ല 1ാം റാങ്കോടെ പാസ്സായ മനുഷ്യനാണ് ദൈവത്തിന്റെ ദാസനായ പൗലോസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഭാഷയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഡോക്ടറേറ്റ്, നല്ല റാങ്കോടെ, ഗ്ലോറിയോടെ, മഹത്വത്തോടെ, അങ്ങനെ 2 യൂണിവേഴ്സിറ്റികളിലും മാസ്റ്റർ ഡിഗ്രി പഠിച്ചെടുത്ത ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ ദാസനായ പൗലോസ് എന്ന് പറയുന്നത്. തന്നെ കുറിച്ച് തന്നെ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു പരീക്ഷണയാണ്, സന്നദ്ധരിൻ സംഘത്തിൽ ഒരു അംഗം. ഈ സന്നദ്ധരിൻ സംഘം എന്ന് പറയുന്നത് ഈ യെരുശലേമിൽ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്ത് 72 പേരുടെ ഒരു ന്യായാധിപ സംഘമാണ് അന്ന് ഒരു കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത്. സന്നദ്ധരിൻ സംഘം എന്നാണ് പറയുന്നത്. അവരാണ് കോർട്ട് എന്ന് പറയുന്നത്. അതിൽ പരീക്ഷന്മാരുണ്ട്, സദൂക്യന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്. അപ്പം അതിൽ 72 പേരിൽ ലോ മേക്കേഴ്സിൽ ഒരു ലോയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജഡ്ജ് ആയിരുന്നു ദൈവത്തിന്റെ ദാസനായ പൗലോസ്. താൻ തന്നെ കുറിച്ച് പറയുക, ഞാൻ സന്നദ്ധരിൻ സംഘത്തിലെ ഒരു അംഗമാണ്, ഞാൻ പരീക്ഷകനാണ്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡലോടെ പാസ്സായ ആളാണ് ആര്?
പൗലോസിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. $300 മില്യൺ ആസ്തിയുള്ള ഒരു ഭവനത്തിൽ ജനിച്ച് ലോകത്തിലെ 2 പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് അതിൽ 1ാം റാങ്കോടെ പാസ്സായി. ദൈവത്തിന്റെ സ്തോത്രം. സിനദറിൻ സംഘത്തിൽ ഒരു ടോപ്പ് ജഡ്ജിയായി ആ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ച ഒരു മനുഷ്യനെയാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വേർതിരിക്കുവാനിടയായി. ആ മനുഷ്യനിലൂടെയാണ് 14 ലേഖനങ്ങൾ ദൈവം എഴുതുവാനിടയായി തീർന്നത്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, $300 മില്യൺ ആസ്തി ഉണ്ടായിരുന്ന ഒരു ഭവനത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ ഒരു പുതപ്പ് പോലും ഇല്ലാതെ ജീവിതം അവസാനിപ്പിച്ചത്. നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയും. ഒരു പുതപ്പ് പോലും ഇല്ലാതെ തണുത്ത് വരച്ച ഒരു മുറിയിൽ ദൈവത്തിന്റെ സ്തോത്രം കിടന്ന് ഏറ്റവും അവസാനത്തെ ലേഖനം എഴുതുമ്പോൾ തകർച്ചയുടെ ഒരു ചരിത്രമല്ല പറഞ്ഞത്, പരാജയത്തിന്റെ ഒരു ചരിത്രമല്ല പറഞ്ഞത്. താൻ പറഞ്ഞ സാക്ഷ്യം, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം. ആമേൻ, ആമേൻ. അപ്പൊ നമ്മളിൽ ഒരാളായിരുന്നു പൗലോസെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇത്ര കോടീശ്വരനായ ഒരു മനുഷ്യൻ, ഇത്ര ഡോക്ടറേറ്റ് ഡിഗ്രി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് എന്ത് പറ്റി? എന്റെ കൂടെ ഉണ്ടോ? പൗലോസിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ ലോകത്തിൽ നേടുന്ന ഒരു നേട്ടവും നേട്ടമല്ല. ഇവിടെ കെട്ടിപ്പടുക്കുന്നതോ ഇവിടെ പിടിച്ചെടുക്കുന്നതോ ദൈവത്തിന്റെ സ്തോത്രം, ഇവിടെ നേടുന്ന ഒരു നേട്ടവും നേട്ടമല്ല. ഫിലിപ്പി ലേഖനത്തിൽ ഞാൻ ആ ലേഖനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസിനോട് എന്റെ ആത്മഭാഷയിൽ ഞാൻ ചോദിച്ചു, പൗലോസേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം അതാ, which is the biggest achievement in this world? പൗലോസിന്റെ ഭാഷയിൽ അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടി. I achieved Christ. കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിൽ ഒരു ജോലി മേടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു പ്രൊമോഷൻ കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് കർത്താവായിരിക്കണം. Our greatest achievement is Jesus Christ. യേശുവായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാം. നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാനം അവനായിരിക്കണം. അവനായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. ഇന്ന് രാത്രി അഭിമാനത്തോടെ ചേർക്കെങ്കിലും ഇതിനകത്ത് പറയാൻ കഴിയുമോ, ഞാൻ നേടിയ ഏറ്റവും വലിയ നേട്ടം എന്റെ കർത്താവാണ്, എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം. സ്വന്തമല്ല പ്രതീക്ഷിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ അച്ചീവ്മെന്റ് എന്തായിരിക്കണം? ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത്ര കോടീശ്വരനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ, ഇത്ര വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ, ഒരു ടോപ്പ് ജഡ്ജിയായി രാജ്യത്ത് പ്രവർത്തിച്ച മനുഷ്യൻ, ഒരു പുതപ്പ് പോലും പുതയ്ക്കാനില്ലാതെ ഒരു തണുത്ത് പറച്ച വരാന്തയിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നമ്മളാണെങ്കിൽ എന്ത് പറയും? ഹലോ, വാട്ട് വിൽ ബി അവർ കമന്റ്? നമ്മുടെ കമന്റ് എന്തായിരിക്കും? നിങ്ങളൊരു പറഞ്ഞേ, നമ്മൾ പറയുന്നത് എന്തായിരിക്കും? എല്ലാം ഈ മനുഷ്യൻ ആർക്ക് വേണ്ടി നഷ്ടപ്പെടുന്നു അല്ലേ? നമ്മൾ വേണമെങ്കിൽ കുറച്ചും കൂടെ കേട്ടി പറയും, മനുഷ്യനായി ഇച്ചിരി ബുദ്ധിയൊക്കെ. ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? ഇതെല്ലാം എന്തിനു വേണ്ടിയാ ചെലവഴിച്ചെന്ന് അറിയാവോ? കർത്താവിന്റെ നാമത്തിന് വേണ്ടിയാ. സ്തോത്രം. ഇതൊന്നും മദ്യപിച്ച് കളഞ്ഞതല്ല, നാനാവൃതമാക്കിയതല്ല. ഇതെല്ലാം കർത്താവിന് വേണ്ടി വിതച്ചു. ഇതെല്ലാം 3 ഭൂഖണ്ഡങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവമനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ നിയമത്തിൽ ഏറ്റവും അധികം കഷ്ടം സഹിച്ച ഒരു മനുഷ്യൻ പൗലോസ് ആണെന്ന് എന്റെ ചിന്ത. നമ്മളത് സമ്മതിക്കത്തില്ല. പാസ്റ്റർ ഞാനാണെന്ന് നമ്മള് അല്ലേ എല്ലാവരോടും ചോദിച്ചേ, ഞാൻ അനുഭവിച്ചതുപോലെ പാസ്റ്റർക്ക് ഒന്നും അറിയത്തില്ല. നമ്മൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പാസ്റ്റർക്ക് അറിയാഞ്ഞിട്ട് ഞാൻ അനുഭവിച്ചതൊക്കെ ഒന്ന് പറഞ്ഞു. പക്ഷേ ഈ പൗലോസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന്റെ അടുത്ത് പോലും ഒന്ന് കുറെ 40 അടി 5 വട്ടം കൂടും. പൈതാഹം സഹിച്ചു, പട്ടിണി കിടന്നു, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാണുള്ള. ഹലോ, നമ്മളെ കുറിച്ച് ആരും ഒരു വാക്ക് പറഞ്ഞാൽ അന്ന് നമ്മൾ മൂടാവും. പക്ഷെ ഇത് ആപത്ത വാക്കല്ല. എന്റെ കൂടെ ഉണ്ടോ? പൗലോസ് ദൈവനാമത്തിന് വേണ്ടി സഹിച്ച ത്യാഗം. ഒരു ദൈവദാസന്റെ ഓട്ടോബയോഗ്രഫി, ആത്മചിന്ത ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എഴുതിയിരിക്കുക.
അപ്പം അനുഭവം ഇങ്ങനെയാ പറയുന്നത്. അദ്ദേഹം ഒരിക്കൽ മരണത്തോട് അടുത്തെത്തിയ മരിച്ചു സ്വർഗത്തിൽ ചെന്നെന്ന്. അത് സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല, എന്നോട് ചോദിക്കരുത്. പക്ഷെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാണ്. ഈ സ്വർഗത്തിൽ കൊണ്ടുപോയി പലരെയും ദൈവം തന്നെ കാണിച്ചു. പല വ്യക്തികളെയും, അബ്രഹാമിനെ കാണിച്ചു, ഇസ്ഹാക്കിനെ കാണിച്ചു, യാക്കോബിനെ കാണിച്ചു. ഈ പൗലോസിനെ കാണിച്ചപ്പോൾ ഈ ദൈവത്തിന് വേണ്ടി സഹിച്ച മുറിവുകൾ മുഴുവൻ പൗലോസിന്റെ ദേഹത്തുണ്ട്. അപ്പം ഈ ദൈവദാസൻ ദൈവത്തോട് ചോദിച്ചെന്നാ എന്താ ഈ മറ്റുള്ളവരെയൊന്നും അങ്ങനെ വെച്ചില്ല, പക്ഷെ ഈ പൗലോസിനെ മാത്രം മുറിവുകളോടെ ദൈവം സ്വർഗത്തിൽ. ഹലോ, ദൈവം തന്നോട് പറഞ്ഞെന്നാ ദൈവം അതുപോലെ പൗലോസിനെ സ്നേഹിച്ചു. കാരണം ദൈവത്തിന് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ച, അടികൊണ്ട, വേദന സഹിച്ച ആ പൗലോസിനെ ആര് സ്നേഹിച്ചു? കർത്താവിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. ആരോട്? പൗലോസിനോട്. എനിക്ക് തോന്നുന്നു കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ കൂടുതൽ ശിക്ഷിക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആമേൻ. അവരെ കൂടുതൽ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിലേക്കും കണ്ണുനീരിലേക്കും ഒക്കെ ദൈവത്തിന് സ്തോത്രം. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മളോട് ഇത്രയും വാർത്തത്തെ ദൈവത്തിന്. പക്ഷെ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തോണം, അതിന്റെ പിന്നിൽ ദൈവത്തിൽ നിങ്ങളിവിടെ ഇല്ല. തട്ടിമുട്ടി കാര്യങ്ങളൊക്കെ അതിന്റെ അവസാനം വരെ തട്ടിമുട്ടി. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തോണം, അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അവരെ ദൈവം കൂടുതൽ ചേർത്തും, അവരെ കൂടുതൽ പെരുകും, അവരെ കൂടുതൽ കരയിപ്പിക്കും, അവരെ കൂടുതൽ തകർക്കും, അവരെ കൂടുതൽ എന്ത് ചെയ്യും? എന്റെ കൺവെൻഷനിൽ ചില നാൾക്ക് പ്രസംഗിക്കാൻ ഒരു അനുഗ്രഹമായ ദൈവദാസൻ അവിടെയുണ്ട്. വളരെ പ്രസിദ്ധനായ ഒരു ദൈവ മനുഷ്യൻ. അന്ന് രാത്രി എനിക്കൊരു അല്പസമയം, അദ്ദേഹത്തിന് ഒരു അല്പസമയം ഞാൻ ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തെ ദൈവം ശക്തമായി ഇന്ന് രാത്രി ദൈവം എടുത്ത് ഉപയോഗിച്ചു. ഞങ്ങളുടെ ഹൃദയത്തെ തൊടുന്ന, ആ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു തേജസ്സേറിയ ശുശ്രൂഷ അവിടെ വെളിപ്പെട്ടു. എല്ലാ ദൈവദാസന്മാരും പ്രശംസിച്ചു. വളരെ ശക്തമായി ദൈവദാസനെ ഉപയോഗിച്ചല്ലോ. ഞങ്ങൾ ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസനെ കുറിച്ചും അന്ന് രാത്രി നടന്ന ശുശ്രൂഷയെ കുറിച്ചുമാണ് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും പറയാൻ അതേ ഉള്ളൂ. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മോനെ, ഇത്ര തേജസ്സോടെ സ്റ്റേജിൽ നിർത്തണമെങ്കിൽ ആ മനുഷ്യനെ ദൈവം ഒത്തിരി തകർത്തിട്ടുണ്ട്. നമ്മളറിയാത്ത, ഉറക്കമില്ലാത്ത എത്ര രാത്രികൾ, നമ്മളറിയാത്ത എത്ര ശോധനകൾ, നമ്മളറിയാത്ത വീടുകളെന്ന് കരയുന്ന എത്ര പ്രതിസന്ധികൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ദൈവം നമ്മെ ശോധന ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മെ ഒരുക്കിയെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന് അതിനൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മളെ കരയിപ്പിക്കുമ്പോൾ, ദൈവം നമ്മളെ തകർക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ജീവിതത്തിൽ വെച്ചിരിക്കുക, അത് നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി അതിന്റെ മറുപടി നമുക്ക് ഇവിടെ കിട്ടില്ല. എല്ലാത്തിന്റെയും ആൻസർ നമുക്ക് ഇവിടെ കിട്ടില്ല. എല്ലാത്തിന്റെയും ആൻസർ ഇവിടെ കിട്ടില്ല. പക്ഷെ ഒരു ദിവസം നമ്മൾ സ്വർഗ്ഗസന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടെയാണ് അതിന്റെ മറുപടി നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. എല്ലാത്തിന്റെയും ആൻസർ ഇന്ന് രാത്രി ഇവിടെ ഇല്ല. ചിലതിന്റെ ആൻസർ അവിടെയുള്ളൂ. ഒരുക്കിയെടുക്കുന്ന, നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്ന, നമ്മെ തികഞ്ഞവനാക്കി തീർക്കുന്ന ഒരു ശുശ്രൂഷയാണെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇത്രയധികം തകർന്നു പോയൊരു മനുഷ്യന്റെ വായിൽ നിന്ന് ഒരു നിരാശയുടെ വാക്ക് ഈ 2 തിമോത്തിയോസിന്റെ ലേഖനം അതിന്റെ ഒരു അധ്യായത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് വൈകിട്ട് ഒന്നും കൊടുത്ത് വായിച്ച ആ 4 അധ്യായങ്ങളും ഒരു നിരാശയുടെ വാക്ക് പോലും. നിങ്ങൾ ശ്രദ്ധിച്ച, നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം ഞാൻ കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി. പൗലോസിന്റെ ഉള്ളം തികയ്ക്കുന്നത് എന്ത് പ്രാപിക്കാമെന്ന് അറിയാമോ? എനിക്കൊരു കിരീടം ദൈവം വെച്ചിട്ടുണ്ട്. ആ കിരീടത്തിന്റെ പൗലോസിന്റെ പേരാണ് ഇറ്റ് ഈസ് ദ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്. അത് നീതിയുടെ കിരീടമാണ്. നമ്മൾ അതൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. അപ്പം നമ്മളെല്ലാം ഓടുന്നത് എന്തിനു വേണ്ടിയാ? ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, ഞാൻ റാന്നിയിലെ കർത്താവിന്റെ വേലയിലായിരുന്ന സമയത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനുണ്ട്. അപ്പം പഠിത്തത്തിലൊരു അല്പം വീക്ക. അപ്പം 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് 2 സബ്ജക്ട് തോറ്റു. അപ്പം അന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അന്ന് വൈകിട്ട് വിസിറ്റിങ്ങിന് ചെല്ലുന്നത്. റിസൾട്ട് അന്ന് വന്നെന്ന് എനിക്കറിയാം. എന്നെ വിളിച്ച് പറഞ്ഞില്ല, എങ്കിലും അന്ന് വൈകിട്ട് അതോർത്തല്ല, പക്ഷെ അവിചാരിതമായി അന്ന് ആ ഭവനത്തിൽ ചെല്ലുക. അപ്പം ആ മാമ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇന്ന് പുളിവടി വെട്ടി ഞാൻ അവനെ ഒത്തിരി അടിച്ചു പോകാൻ. അമ്മയുടെ ആ ദേഷ്യവും സങ്കടവും എല്ലാം ആ കൊച്ചന്റെ പേര് എന്ത് ചെയ്തു?
നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടോ? എന്നിട്ട് കുറെ വിഷമിച്ച് കുറെ കരഞ്ഞുള്ള അവസാനം പറഞ്ഞു, പാസ്റ്റർ ഞാൻ ജീവിക്കുന്ന വേണ്ടി ഇവന് വേണ്ടിയല്ലേ, അതുപോലെ അവൻ ഓർത്തില്ലെന്നു. എല്ലാവരും കൂടെ ഉണ്ടോ? ഞാൻ ജീവിക്കുന്നത് ആർക്കാ? അവൻ അതുപോലെ ഓർത്തില്ലെന്ന്. അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുമോ? അപ്പോഴെനിക്ക് മനസ്സിലായി 6 വർഷം അവിടെ ശുശ്രൂഷിച്ചത്, ആ സമയം 6 വർഷം ചെലവഴിച്ച് എന്തായി പോയി. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? പൗലോസിന്റെ ഭാഷ പറയാം, നിങ്ങളെ എനിക്കറിയില്ല, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ പറയാം. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തിനൊക്കെ വേണ്ടി ഓടുകയല്ലേ? ഹലോ, ചിലപ്പോൾ ഒരു കുടുംബം പുലർത്താൻ, കുഞ്ഞുങ്ങളെ വളർത്താൻ. ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ ഒരു ദൗത്യമെന്നേ ഉള്ളൂ. ജീവിക്കുന്ന കർത്താവിനായിരിക്കും. ഈ കൺസെപ്റ്റ് തെറ്റുമ്പോഴാണ് ആത്മീയ ജീവിതത്തിൽ ക്ഷീണം സംഭവിക്കുന്നത്. പലർക്കും ഈ കാഴ്ചപ്പാടിൽ വരുന്ന പ്രശ്നം, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? രാവിലെ 5:30 എണ്ണീറ്റ് ഓടുന്നത് എന്തിനാ? വെളുപ്പിന് 4 എണ്ണീക്കുന്നത് എന്തിനാ? അലാറം വെച്ച പിള്ളേരെ നോക്കാനാണോ? കുടുംബം പുലർത്താനാണോ? ടെക്നിക്കലി അങ്ങനെ പറയാം. പക്ഷെ നിങ്ങളുടെ ജീവിതം ആർക്ക് വേണ്ടിയാണ്? ഇന്ന് രാത്രി ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി എന്ന് പറയാനല്ല. ഞാൻ സ്നേഹത്തോടെ പറയാം, കുഞ്ഞുങ്ങളെ നോക്കുന്ന കുടുംബം പുലർത്തുന്ന നമ്മുടെ ഒരു ദൗത്യം മാത്രം. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. പക്ഷെ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അഭിമാനത്തോടെ പറയാൻ കഴിയും, ശ്വാസം തന്ന, ആരോഗ്യം തന്ന, എന്നെ വീണ്ടെടുത്ത, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ വില കൊടുത്ത, അവസാന തുള്ളി രക്തം വരെയും ഊറ്റി തന്ന എന്റെ കർത്താവിന് വേണ്ടിയാണ് എന്റെ ശ്വാസം, എന്റെ ജീവിതം എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. എനിക്ക് തോന്നുന്നു പൗലോസ് നമ്മളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തനായി തീർന്നു. അതുകൊണ്ടാണ് ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. എനിക്ക് മരിക്കുന്നത് എന്താ? അതൊരു ലാഭമാണ്. ജീവിതത്തെ നിസ്സാരമായി കണ്ട, ഇതിനപ്പുറത്ത് ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ദൈവമനുഷ്യനാണിത്. പൗലോസ് അനുഭവിച്ച വേദനയൊക്കെ ഞാനൊന്ന് വിശദീകരിക്കാം. എങ്കിലും ഈ കിരീടങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലൊന്ന് ഞാൻ ഇടാൻ ആഗ്രഹിക്കുക. അപ്പൊ ഈ പൗലോസ് ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, നീതിയുടെ കിരീടം എന്ന ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു. ഇപ്പൊ പൗലോസ് ലക്ഷ്യം വെച്ച് ഓടുന്നത്, സ്വർഗത്തിൽ ചിലർ ആഗ്രഹിക്കുന്ന ചിലത് പ്രാപിക്കാനാണ്. അതിൽ ഒരു കിരീടമാണ് നീതിയുടെ കിരീടം എന്ന് പറയുന്നത്. ബൈബിളിൽ എത്ര കിരീടമുണ്ട്? 5 കിരീടമുണ്ട്. ഇന്ന് രാത്രി അതൊന്ന് ചിന്തിച്ച് നമുക്ക് പൗലോസിലേക്ക് ഒന്ന് വരാം. എത്ര കിരീടം? ഇനി മറക്കല്ലേ. സ്തോത്രം. ഡേറ്റ് എന്താ? 21 ഒക്ടോബർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് അറിഞ്ഞില്ലെന്ന് എന്ത് ചെയ്യരുത്. അതിന് വേണ്ടി 21 ഒക്ടോബർ, സമയം രാത്രി 8:11 നമ്മളിതെല്ലാം അറിഞ്ഞു. 5 കിരീടം എന്ന് പറഞ്ഞോട്ടെ. എന്നിട്ട് നമുക്ക് പൗലോസിലേക്ക്, കാരണം നമ്മൾ എന്തിനു വേണ്ടിയാ ഓടുന്നത്? ഹലോ, കുടുംബത്തിന് വേണ്ടിയാണോ? പിള്ളേർക്ക് വേണ്ടിയാണോ? അവസാനം ഒരു വാക്ക് എഴുതി വെക്കും, ഞാൻ നല്ലപ്പോൾ ഓട്ടം. അങ്ങനെയാണോ? നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? ജോലി ഒരു ദൗത്യമാണ്, കുടുംബം ഒരു ദൗത്യമാണ്. പക്ഷെ ജീവിതം ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടി എരിഞ്ഞു തീരണം. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതമായി നമ്മുടെ ശ്വാസം, നമ്മുടെ ആരോഗ്യം എല്ലാം ദൈവത്തിന് പ്രയോജനമുള്ളതായി തീരണം. 5 കിരീടങ്ങളെ കുറിച്ചൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഓക്കെ, ഒന്നാമത്തെ കിരീടം, ആ വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് റെഫറൻസിന് പറയാം, വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ താല്പര്യമുള്ളവര്. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം വായിച്ചത്. ബുക്ക് ഓഫ് 1 Thessalonians chapter 2 verse 19. 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളും അല്ലയോ? അവിടെ പൗലോസ് പറയുന്ന ഒരു പദം പ്രശംസ കിരീടം. അവർ ക്രൗൺ ഓഫ് റിജോയ്സ്, പ്രശംസ കിരീടം. അപ്പം ഈ 5 കിരീടങ്ങളുടെ ഒരു കിരീടമാണെന്ത്? പ്രശംസ കിരീടം, ഓർ ദ ക്രൗൺ ഓഫ്
റിജോയ്സ്. ഇനി ആ വാക്യം ഒന്ന് വായിച്ച് ശ്രദ്ധിച്ച് വായിക്കണം. ആ വാക്ക് അടർത്തിയെടുത്ത് നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? ക്രൗൺ ഓഫ് റിജോയ്സിംഗ്. ഇതാർക്കാ കൊടുക്കുന്നതെന്ന് അറിയാമോ? ആത്മാക്കളോട് സുവിശേഷം പറയുന്നവർക്ക്, ആത്മാക്കളെ നേടുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ് ക്രൗൺ ഓഫ് റിജോയ്സിംഗ്, അല്ലെങ്കിൽ പ്രശംസാ കിരീടം. ഇതുവരെ ആരോടെങ്കിലും ഒരു വാക്ക് സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? നിശബ്ദം. അപ്പൊ അത് പോയി. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അത് കിട്ടാൻ മിക്കവാറും സാധ്യതയില്ല. രണ്ടാമത്തേലേക്ക് പോവാം. നിങ്ങളിവിടെ ഉണ്ടോ? അത് നമ്മൾ വിട്ടു അല്ലേ? അത് നമ്മൾ വിട്ടു. രണ്ടാമത്തേലേക്ക് ഒന്ന് കൊരിന്ത്യർ ലേഖനം, ഫസ്റ്റ് കൊരിന്ത്യൻസ് 9-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിച്ച്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-25. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അടുത്ത വാക്യം കൂടി. അംഗം പൊരുന്നവരൊക്കെയും സകലത്തിലും വർജ്ജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത്. രണ്ടാമത്തെ കിരീടം വാടാത്ത കിരീടം, അല്ലെങ്കിൽ ഇംപെറിഷബിൾ ക്രൗൺ എന്ന് പറയും. ഇംപെറിഷബിൾ ക്രൗൺ, വാടാത്ത. ഇത് ആർക്കാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ വർജ്ജനം ആചരിക്കുന്നവർ. എന്താ വർജ്ജനം? ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ടോ? ഇപ്പൊ ശരിക്കും ദൈവമക്കളെ കണ്ട ദൈവമക്കളാന്ന് പറയുമോ? ലുലു വെച്ച് കണ്ട ശരിക്കും പറയും ബന്ധുക്കോസുകാരനാണോ? ഹലോ. അംഗം പൊരുന്നെന്ന് വർജ്ജനം ആചരിക്കുന്നു. എന്തോ ആചരിക്കുന്നു? ആ പറഞ്ഞെന്ന് ശ്രദ്ധിച്ചോ? ഇറ്റ് ഈസ് എ സെപ്പറേഷൻ. ലോകത്തിൽ നിന്ന് നമുക്ക് എന്ത് വേണം? ഒരു വേർപാട്. നിങ്ങൾ ശ്രദ്ധിച്ച്, പണ്ട് ആ ഭീഷണം നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ എന്തുണ്ട്? പണ്ട് മദ്യപിക്കരുതല്ലേ, പുക വലിക്കരുതെന്നൊക്കെ കൺവെൻഷൻ പ്രസംഗിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ എവിടെ പ്രസംഗിക്കണം? പണ്ട് സിനിമ കാണരുതെന്ന് കൺവെൻഷൻ എന്ത് ചെയ്താൽ മതി? ഒന്നും ഇവിടെ ഇല്ല. ഇപ്പൊ എവിടെ പ്രസംഗിക്കണം? ഹലോ. പണ്ട് കള്ളം പറയരുതെന്ന് എവിടെ പറഞ്ഞാൽ മതിയായിരുന്നു? കൺവെൻഷൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെ പറയണം? നിങ്ങൾ ഇവിടെ ഉണ്ടോ? എവിടേക്കോ സെപ്പറേഷൻ. വർജനം ആചരിക്കുന്നവർ, വേർപെട്ടവർ, അവർ പ്രാപിക്കുന്ന കിരീടമാണ്. അപ്പൊ അത് കിട്ടുമോ? സംശയം. 3-ലോട്ട് പോവാം. 2 വിട്ടു അല്ലേ? 2 വിട്ടു. ഓക്കെ, മൂന്നാമത്തേലോട്ട് പോവാം. മൂന്നാമത്തേത് നമ്മൾ എഴുതിയ കുറിവാക്യത്തിലുണ്ട്. 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. നീതിയുടെ കിരീടം എനിക്കായി. ആർക്ക് വേണ്ടിയാ നീതിയുടെ കിരീടം? ദ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്. വിശ്വാസം കാക്കുന്നവർക്ക് അവസാനത്തോളം, ഹോൾഡിംഗ് ദ ഫെയ്ത്ത് ഓർ ഗാർഡിംഗ് ദ ഫെയ്ത്ത്, വിശ്വാസം കാക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത കിരീടമാണെന്ത്? മറ്റൊരു ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് പകർന്നപ്പെട്ടിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം. ഇതിനു വേണ്ടി നിങ്ങൾ അന്ത്യം വരെ എന്ത് ചെയ്യണം? പോരാടണം. നല്ലവർ പൊരുതുക, ഓട്ടം തികയ്ക്കുക, വിശ്വാസം കാക്കുക. വിശ്വാസം കാക്കുക എന്ന് പറയുന്നത് ഇത് തട്ടിപ്പറിക്കപ്പെടാൻ. അതുകൊണ്ടാണ് കാക്കണമെന്ന് പറയുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഗാർഡ് ചെയ്യണമെന്ന് പറയാൻ കാര്യം ഇത് ആരെങ്കിലും അപഹരിക്കാൻ. എന്നിട്ട് പൗലോസ് പറയാം, ഇത് ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയാവോ? അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. എന്നുവെച്ചാൽ അകം തിളയ്ക്കുന്നത് ഏത് ചിന്തയിലായിരിക്കണം? കർത്താവിന്റെ വരവും കാഹളധ്വനിയും. ഓ, രക്തത്താൽ ജയമെടുക്കുക. ആശയം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പണ്ട് കൺവെൻഷൻ വേദികളെയൊക്കെ ഏറ്റവും ഇളക്കിയ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ് അല്ലേ? ഓ, സ്വതന്ത്രം ചെയ്യുക. കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് എതിരേൽപ്പാൻ ആകാശ
മേഘം കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്തോ പ്രത്യാശ, മേഘങ്ങളിൽ ഒരു സ്വതന്ത്രം പോലും പറഞ്ഞില്ല. ആ ആവേശം നമുക്ക് നഷ്ടപ്പെട്ടോ? നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന മെസ്സേജ് എന്തുവാ പറഞ്ഞു? നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന മെസ്സേജ് എങ്ങനത്തെ മെസ്സേജാണ്? ഇത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം? വീട്ടിൽ പോയിട്ട് അന്തരീക്ഷം. അപ്പം എങ്ങനെയുള്ള മെസ്സേജ് ആയിരിക്കണം? നിങ്ങളൊന്നും പറയുന്നില്ല. മൗനോദമാണോ? നമ്മുടെ അകം തിളയ്ക്കേണ്ടത് സത്യം പറഞ്ഞ എന്തിന്റെ പേരിലായിരിക്കണം? ഈ ലോകത്തുള്ള ഒരു കാര്യത്തിലുമല്ല, മറിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി പ്രതീക്ഷത്തോട് ഒരുങ്ങ എന്തിനാ? കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രതീക്ഷ ഉള്ളവർ അതിനു വേണ്ടി ഒരുങ്ങണം. എണ്ണയുണ്ടോ നിൻവിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് ഒരു ഡിസിപ്ലിനാണ്. അതൊരു വേർപാടാണ്. അത് ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുക. കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുക, എന്നെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കണമേ എന്ന ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നത്? ഈ ആദിമകാലത്തെ വിശുദ്ധന്മാർ ഈ യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ തമ്മിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അത് പ്രൈസറോടെന്നല്ല, മാറാനാഥ എന്നൊരു പദമാണ്. അതൊരു ഗ്രീക്ക് പദമാണ്. ആ പദത്തിന്റെ അർത്ഥം ആമേൻ, കർത്താവേ വേഗം വരണമേ എന്ന് വെച്ചാൽ അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ ചലിപ്പിച്ച ആ പ്രത്യാശ എന്തായിരുന്നു അറിയാമോ? കർത്താവിന്റെ വരവ്. ഈ കർത്താവിന്റെ വരവ് സംഭവിക്കണമെങ്കിൽ അതിനുവേണ്ടി ദൈവമക്കൾ ഒരുങ്ങണം. സഭ ദൈവത്തിന് ആ സന്നിധിയിൽ ആ വരവിന് വേണ്ടി എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ ഒരു കാമയായ മണവാട്ടിയായി സഭ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. ഓക്കെ, അടുത്ത ഇതിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 10. 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നമ്മൾ സ്നാനപ്പെട്ട് പൊങ്ങി വരുമ്പം ദൈവദാസന്മാർ നമ്മുടെ തലയിൽ കേട്ടിട്ടുണ്ടോ എന്നല്ല, വെള്ളമൊക്കെ കയറിയോണ്ട് എനിക്ക് അറിയില്ല, എങ്കിലും മറ്റുള്ളവരുടെ ശുശ്രൂഷ കണ്ടെങ്കിലും കേട്ടിട്ടുണ്ട്. തലയിൽ കൈവച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം. ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ക്ഷീണിച്ച ജോലിയൊക്കെ കഴിഞ്ഞ് എനിക്കറിയാം 10 മണിക്കൂർ 12 മണിക്കൂർ 8 മണിക്കൂർ ഒക്കെ കഴിഞ്ഞു വരിക. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം. വിശ്വസ്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന കിരീടമാണ് ജീവകിരീടം, the crown of life. ദൈവത്തിന്റെ സ്തോത്രം. ആരോട് വിശ്വസ്തനായിരിക്കണം? ദൈവത്തോട് വിശ്വസ്തനായിരിക്കണമേ. ദൈവം തരുന്ന ഒരു ആയുസ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കിരീടമാണ് എന്ത്? വിശ്വസ്തനായിരിക്കണമെന്ന് ദൈവം തന്ന താലന്തുകൾ വ്യാപാരം ചെയ്യണം. ദൈവം തന്ന ശ്വാസം, ദൈവം തന്ന ആരോഗ്യം ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെയുള്ളവർക്ക് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് എന്ത്? കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരു വിരലെങ്കിലും അനക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി ആയിരിക്കണം. ഒരു ശ്വാസമെങ്കിലും പുറത്തേക്ക് വിടുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി ആയിരിക്കണം. വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മെ കുറിച്ച് രാത്രി ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശ്വസ്തത ഇല്ലായ്മ ചെയ്യുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ചുറ്റും വരും കേട്ടോ. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്നവർ അവിശ്വസ്തത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. പക്ഷേ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നിങ്ങൾ നമ്മുടെ ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വരും. പക്ഷെ ആ പ്രതിസന്ധികളുടെ മുൻപിൽ പിറുപിറുക്കാനല്ല, ദൈവത്തോട് വിശ്വസ്തത പുലർത്തി എന്നെ നടത്തുവാൻ അവൻ വിശ്വസ്തനാണ്. ദൈവം തരുന്ന ഏത് സാഹചര്യങ്ങളിലും നന്ദിയുള്ളവരായി. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേര് വിശ്വസ്തനെ. ജോലിയുള്ള കാലം ഉണ്ടാകും, ജോലി ഇല്ലാത്ത കാലം ഉണ്ടാവും. ചിലപ്പോ പറഞ്ഞ പോലെ എല്ലാറ്റിനും നിങ്ങളിവിടെ ഉണ്ടോ? കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം. പക്ഷെ ഈ കാലത്തിലെല്ലാം ആരോട് വിശ്വസ്തനായിരിക്കണം? നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ പിറുപിറുത്തിട്ടുണ്ടോ? അവിശ്വസ്തനായി തീർന്നിട്ടുണ്ടോ? കിരീടം നഷ്ടപ്പെട്ടു പോകും. ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്കുകൊണ്ട് പോലും ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മ പറയുക. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തെ
ഒരു വാക്ക് പോലും പിറുപിറുക്കാതെ ആ സ്നേഹത്തോടെ ചേർന്ന് നിന്നാൽ അന്ന് ദൈവം നമുക്ക് നൽകാൻ പോകുന്ന ഒരു കിരീടം മരണമറിയുന്ന വിശ്വസ്തനായിരിക്കാം. എന്നാൽ നീ ജീവകിരീടം, ഒരു പിറുപിറുപ്പ് പോലും ഇല്ലാത്ത വ്യക്തികൾക്ക് ദൈവം നൽകുന്ന കിരീടമാണത്. ഓക്കെ, അഞ്ചാമത്തേലേക്ക് പോകാം. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം വായിച്ച First Peter chapter 5 verse 4. First Peter chapter 5 verse 4. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കോണ്ടെക്സ്റ്റ് പഠിച്ചാൽ ദൈവദാസന്മാരെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ പേരിൽ അധ്വാനിക്കുന്നവരെ ഉദ്ദേശിച്ച് ദൈവത്തിന്റെ ദാസനായ പത്രോസ് എഴുതുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വാചകങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷം എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷം നിങ്ങൾ ദൈവദാസന്മാരെ ഉദ്ദേശിച്ച തേജസ്സിന്റെ അൺഫെയ്ഡിങ് ക്രൗൺ ഓഫ് ഗ്ലോറി, അല്ലെങ്കിൽ ദ ക്രൗൺ ഓഫ് ഗ്ലോറി എന്ന് പറയുന്നേ വാടാത്ത തേജസ്സിന്റെ ഇതാർക്കെ കൊടുക്കുന്ന അറിയാമോ? കർത്താവിന്റെ പേരിൽ അധ്വാനിക്കുന്ന ദൈവഭക്തന്മാർ കൊടുക്കുന്ന ഒരു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി. നിങ്ങൾക്ക് കിട്ടാത്ത ഒരു എക്സ്ട്രാ അസൂയില്ലാത്ത ഒരു സ്വന്തം രണ്ടുപേരെ പറഞ്ഞു. വിശ്വാസികൾക്ക് ഇല്ലാത്ത ഒരു കിരീടം കർത്താവിന്റെ പേരിൽ അധ്വാനിച്ചവർക്ക് എക്സ്ട്രാ കൊടുക്കും. തേജസ്സിന്റെ സന്തോഷമാണ്. താല്പര്യമുള്ളവരൊക്കെ കർത്താവിന്റെ വേല ചെയ്തോണം. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ വിടാൻ എന്ത് ചെയ്യണം? അതിന് തമാശ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലരെങ്കിലും കർത്താവിന്റെ സാക്ഷികളായി തീരണം. സകലവും വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങുന്നതിന്റെ കാര്യം മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഒരു എക്സ്ട്രാ ക്രൗഡ്. അത് തേജസ്സിന്റെ ഇടയശ്രേഷ്ഠൻ ഇടയന്മാരോട് പറയാ, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ പലതും കേട്ടിട്ടും പലതും കണ്ടിട്ടും പല കുത്തുവാക്കുകൾ സഹിച്ചിട്ടും ചിലപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാത്തതിന്റെ കാര്യം നമ്മുടെ ഇതിനു വേണ്ടി എന്ത് ചെയ്യുക? തേജസ്സിന്റെ ഇപ്പൊ വിശ്വാസികൾക്ക് എത്ര ക്രൗഡുണ്ട്? 4. ദൈവാസന്മാർക്ക് ഒരു എക്സ്ട്രാ ക്രൗഡുണ്ട്. ഈ 4-ൽ എത്ര എണ്ണം നമുക്ക് കിട്ടും? ഇന്ന് രാത്രി ഒന്ന് വാല്യുവേറ്റ് ചെയ്ത് നമുക്ക് എത്ര കിട്ടാൻ സാധ്യതയുണ്ട്? ചിന്തിച്ച് 4 കിട്ടുമെന്ന് ഉറപ്പുള്ളവരുടെ സ്വന്തം ഇല്ല. താഴോട്ട് വരല്ലേ? 3 കിട്ടുമെന്ന് ഉറപ്പുള്ളവര് അത് കിട്ടും. 2 ഇനി ഒന്നുകൂടെ ഉള്ളൂ. ഒന്നെങ്കിലും ഒരാൾ തന്നെ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല, ഗൗരവമായി ചിന്തിക്കണം. അന്ന് അവിടെ നിൽക്കണം. നമ്മൾ എന്ത് നേടി? ഇന്ന് രാത്രി ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലിട്ട് പൗലോസിന്റെ ആവേശം എന്താണെന്നറിയാമോ? 5-ൽ 5 ഉറപ്പാണ്. ഞാൻ നല്ല ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി. ഓ ദൈവത്തിന്റെ സ്തോത്രം. ഈ പൗലോസിന്റെ അകത്ത് മരണം അടുത്ത് നിൽക്കുമ്പോൾ ആ പൗലോസിന്റെ അകത്തുണ്ടായിരുന്ന ആവേശം എന്താണെന്നറിയാമോ? ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്നതിൽ ഒന്നുപോലും കുറഞ്ഞു പോകില്ല. അതാ പൗലോസിന്റെ ധൈര്യമാണ്. അതുകൊണ്ട് പൗലോസ് വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? ആ വാക്കിന്റെ മൂലഭാഷയുടെ അർത്ഥം ഇതാ: ഒരെണ്ണം പോലും കിട്ടാതിരിക്കില്ല. സകലവും ദൈവം എനിക്ക് 4 കിരീടങ്ങൾ ഒന്നും കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കിരീടത്തെ ഞാൻ ഓർപ്പിച്ചത് പ്രശംസ കിരീടം. അതാർക്കാ കൊടുക്കുന്നേ? സുവിശേഷം പറയുന്നവർക്ക്, ആത്മാക്കളിൽ നിന്ന് ആരോടെങ്കിലും പറയണം കർത്താവിനെ കുറിച്ച്. ചില നാളുകൾക്ക് മുമ്പ് ഫിലദൽഫിയ പോയി എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഒരു സ്ട്രീറ്റിൽ ഉച്ചയ്ക്ക് ഏകദേശം 2 മണി, അല്പം ചൂടുണ്ട്. ഒരു 17-18 വയസ്സുള്ള ഇച്ചിരി കോളേജ് പിള്ളേർ ഒരു 3-4 പേരുണ്ട്. അവർ ആ കോളേജിന് മുമ്പിൽ ഇങ്ങനെ ആ സ്ട്രീറ്റിൽ ഇങ്ങനെ നിൽക്കുക. അവരുടെ കയ്യിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് ഒരു ബോർഡ് കൊണ്ട് അതിങ്ങനെ പൊക്കി പിടിച്ച് അവർ നിൽക്കുക. ഭാഷണമില്ല, സംസാരമില്ല, മൈക്കില്ല, പക്ഷെ ഈ പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുക. അതിനകത്ത് എഴുതിയിരിക്കുക ജീസസ് ലവ്സ് യു. ചില നാളുകൾക്ക് മുമ്പ് ഒരു തിരുമേനി, കത്തോലിക്ക സഭയിലെ ഒരു തിരുമേനിയാണ്. അദ്ദേഹം തിരുവല്ലയില് നമ്മുടെ മുത്തൂറ്റ് ഷോറൂം അറിയാമോ? ജോയി ആലുക്കാസിന്റെ തിരുവല്ല
ജോയി ആലുക്കാസിന്റെ ഷോറൂമിന്റെ മുമ്പിൽ കൂടെ കാരണം ഏറ്റവും തുണി മേടിക്കുന്ന ഒരു സ്ഥലം, അതുകൊണ്ട് ആരിങ്ങനെ കല്യാണം അതൊക്കെ അറിയത്തുള്ളൂ. അതിന് മുമ്പിലൂടെ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ട് ഈ തിരുമേനി ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോ വൈകിട്ട് ഏകദേശം ഒരു 4 മണി സമയത്ത് ഒരു 5-6 ചെറുപ്പക്കാര്, ദൈവത്തിന്റെ സ്തോത്രം, അവരിങ്ങനെ ഒന്ന് പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുക, യേശു നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയും, ആ കാറിൽ ഇരുന്ന് തന്നെ ഡ്രൈവറോട് പറഞ്ഞു ഇത് ഉറപ്പായിട്ട് കത്തോലിക്കലല്ലെന്ന് പറയും. ഇത് ഉറപ്പായിട്ട് ചെയ്യുന്നെങ്കിൽ ഇത് ബെന്തിക്കോസ്തുകാരാണ്. അവർക്ക് എന്തുള്ളൂ പറഞ്ഞോന്നൊരു ഹലോ, ഒരാളോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? കൂടുതൽ തിയോളജി ഒന്നും വേണ്ട. എന്നെ വിടുവിച്ചവൻ നിന്നെയും വിടുവിക്കും, എന്നെ രക്ഷിച്ചവൻ നിന്നെയും രക്ഷിക്കും. കൂടുതൽ അറിയണമെന്നില്ല, ഒരാളോടെങ്കിലും കർത്താവിന്റെ സ്നേഹം പറഞ്ഞ് ഇല്ല പ്രാർത്ഥിക്കാം, ദൈവം കൂടെയുണ്ട്, ദൈവം നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തുമെന്ന് ഒരാളോടെങ്കിലും പറയാൻ. അങ്ങനെയുള്ളവർക്ക് ദൈവം നൽകുന്ന കിരീടമാണ് പ്രശംസ കിരീടം. രണ്ടാമത്തെ കിരീടത്തിന് ഓർപ്പിച്ചത് ഓടാത്ത കിരീടം. ആർക്കായിട്ട് കിട്ടുന്നത്? വചനം പ്രാപിക്കുന്നവർക്ക്, സെപ്പറേഷൻ ഉള്ളവർക്ക്. നാം ലോകത്തിലേക്ക് പോകാനല്ല, ലോകത്തിൽ നിന്ന് വേർപെട്ട് മറ്റുള്ളവരുടെ മുൻപിൽ വ്യത്യസ്തനായി തീരാൻ ദൈവത്തിന്റെ സ്തോത്രം. ആ വ്യത്യസ്തത പുലർത്താൻ നമുക്ക് എന്ത് ചെയ്യണം? ആ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. വേർപെട്ട് ജീവിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നീ ഒരു വ്യത്യസ്തനാ, നീ ഒരു പ്രാർത്ഥന മനുഷ്യനാ, നീ ഒരു ദൈവവൈതനാ എന്ന് മറ്റുള്ളവർ അറിയേണ്ടതിന് അങ്ങനെ ജീവിക്കുന്നവർക്ക്, വേർപെട്ട് ജീവിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് വാടാത്ത കിരീടം. അത് പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. ഈ മൂന്നാമത്തെ കിരീടം ഏതാ ഓർപ്പിച്ചേ? അത് നീതിയുടെ കിരീടം. ആർക്കാണ് ദൈവം നൽകുന്നത്? വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക്. വെറുപ്പില്ലാതെ, അവിശ്വസ്തതയില്ലാതെ, പരാതി പറയാതെ ഉള്ള സാഹചര്യങ്ങളിൽ ദൈവത്തോട് നന്ദിയുള്ള ഹൃദയത്തോടെ നീതി പുലർത്തി അവസാനം വരെ ജീവിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ്. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. ഒരു കുറുകുറുപ്പ് ഉണ്ടാകില്ലേ? സ്നേഹത്തോടെ നിങ്ങൾ ദൈവാസനങ്ങൾ പറയുക. ഒരു അവിശ്വസ്തത ഉണ്ടാകില്ലേ? ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകില്ലേ? ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നാലാമത്തെ കിരീടം ജീവന്റെ കിരീടം. ആർക്കാ ദൈവം നൽകുന്നത്? വിശ്വസ്തന്മാർക്ക്, വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന കിരീടം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഈ 4 കിരീടങ്ങളും പ്രാപിക്കാൻ നല്ലവണ്ണം ഓടണം. ഹല്ലേലൂയ. നമ്മളെ ചലിപ്പിക്കേണ്ടത് നാളുകൾ പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ തേജസ്. നമ്മളെപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്, ഒരു നാൾ നശ്വര ലോകം വീണ്ടും പിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്ന് നാം നേടിയതെന്തെന്ന് അറിയും, ലോകം വെറുത്തോർ വില നാം അന്നാൾ. ആ പാട്ടിന് പാടാം. ഓക്കെ, നമ്മൾ ഒന്ന് എഴുന്നേറ്റ് പാട്ടൊന്ന് പാടി പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കാൻ പോകുക. ഇവിടെ നമ്മൾ വേർപെട്ട് നിൽക്കുന്നത്, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് വേർപെട്ട് നിൽക്കുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്, വിശ്വസ്തനായി തീരുന്നത്, പ്രാർത്ഥനയോടെ ജീവിക്കുന്നത്, യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത്, ജീവിതത്തിന്റെ ഏത് പ്രതികൂലങ്ങളും ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്നത് വൃഥാവല്ല ദൈവമക്കളെ. ഇതിന്റെ പ്രതിഫലം വളരെ ഉന്നതമാണ്. പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. പറഞ്ഞേ, പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. അല്ലേ? ഇന്ന് രാത്രി നമ്മുടെ സാക്ഷ്യമായിരിക്കണം. പ്രാപിക്കാൻ തക്കവണ്ണം. ആ പാട്ട് പാടി നമ്മുടെ ദൈവത്തെ ആരാധിച്ച് നമ്മുടെ ഹൃദയത്തിലെ സന്തോഷം ഇന്ന് രാത്രി